ഹായ് എല്ലാവർക്കും നമസ്കാരം. പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ യാരാവിറ്റ സിൻഡ്രാക്ക് എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് വേറൊന്നുമില്ല, സിങ്ക് എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പ്യൂർലി സിങ്ക് മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ കോമ്പോസിഷൻ വരുന്നത് സിങ്ക് ഓക്സൈഡ് എന്നുള്ള ഫോമിലാണ്. അത് 39.5% സിങ്ക് ഓക്സൈഡ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് സിങ്ക് ബേസ്ഡ് പ്രൊഡക്റ്റുകളുണ്ട്. സിങ്ക് ഓക്സൈഡ് ഫോർമുലേഷൻ തന്നെ പല കമ്പനികളുടെയും പല ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ യാരാവിറ്റ സിൻഡ്രാക്ക് എന്തുകൊണ്ട് അതിനകത്തെല്ലാം നിന്നും വിട്ടു നിൽക്കുന്നു, കുറച്ചും കൂടെ പ്രീമിയമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ സസ്പെൻഷൻ കോൺസെൻട്രേറ്റ് ആണ് ഈ വരുന്ന ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ വളരെയധികം ഹയർ ആയിരിക്കും. അതിനകത്ത് രണ്ടാമതൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പാർട്ടിക്കിൾ സൈസ് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾ സൈസ് മുതൽ വലിയ പാർട്ടിക്കിൾ സൈസ് വരെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇലകളിലേക്ക് ഈ സാധനം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചെറിയ പാർട്ടിക്കിൾ സൈസുള്ള ഇതായിരിക്കും ആദ്യം ചെടികൾ അബ്സോർബ് ചെയ്യുക. വലിയ പാർട്ടിക്കിൾ സൈസ് ഉള്ളത് കൂടുതൽ കാലത്തേക്ക് സസ്റ്റൈൻഡ് ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ട്, ന്യൂട്രിയൻ സപ്ലൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് ഇതിനകത്ത് വെറ്റിംഗ് ഏജൻറ്റ്, സ്റ്റിക്കർ, സ്റ്റെബിലൈസിങ് ഏജൻറ്റ്, ഇങ്ങനെയുള്ള 3 സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ മരുന്നുകളുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റു വളങ്ങളുടെ കൂടെയോ കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് രണ്ടാമത് പശയോ അല്ലെങ്കിൽ വെറ്റിംഗ് ഏജൻറ്റുകളോ സ്റ്റിക്കറുകളോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ വെറ്റിംഗ് ഏജൻറ്റ് വരുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇലേണ്ട ഒരു പോർഷനിൽ മാത്രമേ നമ്മൾ വീഴുന്നുണ്ടെങ്കിൽ പോലും അത് ബാക്കിയുള്ള അടുത്തേക്ക് യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സ്റ്റിക്കർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഴയുള്ള സമയങ്ങളിലെല്ലാം ഇത് ഒലിച്ചു പോകാം, നമ്മൾ സ്പ്രേ ചെയ്ത സാധനം പെട്ടെന്ന് ഇലകളിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത് സ്റ്റെബിലൈസിങ് ഏജൻറ്റ്, നമ്മുടെ വെള്ളത്തിൻ്റെ pH റെഗുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. രണ്ടാമത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു 1 ലിറ്ററിനകത്ത് വരുന്നത് വെച്ചാൽ 700 ഗ്രാം, ഇതിനകത്ത് സിൻഡ്രാക്ക് 700 എന്നാണ് എഴുതിയിരിക്കുന്നത്. 700 ഗ്രാം സിങ്ക് നമുക്ക് ഒരു 1 ലിറ്റർ സിൻഡ്രാക്ക് എടുക്കുമ്പോൾ അതിനകത്ത് അവൈലബിൾ ആണ്. അത് മറ്റ് പ്രൊഡക്റ്റുകളായിട്ട് ഇപ്പോൾ സിങ്ക് സൾഫേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കൂടിയ കോൺസെൻട്രേഷനാണ്. കാരണം ഈ ഒരു അളവിൽ വേറെ ഒരു ഇതിനകത്തും സിങ്ക് അത്ര അളവിൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ വളരെ ഒരു ചെറിയ ഡോസേജിൽ തന്നെ നമുക്ക് കൂടിയ അളവിൽ സിങ്ക് കിട്ടും. രണ്ടാമത് പാർട്ടിക്കിൾ സൈസ്, വേരിയിങ് പാർട്ടിക്കിൾ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാലം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ചെടികളിൽ കിട്ടും. ഡോസേജ് വരുന്നത് നമുക്ക് ഓരോ ക്രോപ്പിനും ഓരോ രീതിയിലാണ് വരുന്നത്. നമുക്കിപ്പോൾ 1 to 2 ml per ലിറ്റർ എന്നുള്ള രീതിയിൽ വരെ നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. താങ്ക് യു. The Crop Doc, professional agriculture consultation. Like, share and subscribe.